കേട്ടോ എറണാകുളത്ത് എത്തുമ്പോഴേക്കും UDF ഭൂരിപക്ഷവും UDF 100+ എഴുതി വെച്ചോ. സ്ഥാനത്ത് എല്ലായിടത്തും UDF തരംഗമാണ്. ഞാൻ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരും. സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിലുണ്ട്. UDF വന്നാൽ കേരളത്തിലൊരു മാറ്റമുണ്ടാകും എന്ന ഉറച്ച പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. കോൺഗ്രസിന് എത്ര കിട്ടി UDF എത്ര പറയാനുള്ള ഈ ഒരു ഘട്ടത്തിൽ 100+ ആണ് UDF. UDF 100+ എഴുതി വെച്ചോ. 100+. ഞാൻ പോളിംഗ് കൂടി കഴിയുമ്പോൾ ഒന്നുകൂടി പറയാം, കറക്റ്റ് ആയിട്ട് പറയാം. അത് കുറയില്ല. കുറയില്ല, ഉറപ്പായിട്ട് മനസ്സിലാവും. 1 ഡസൻ മന്ത്രിമാരെങ്കിലും പരാജയപ്പെടും. 1 ഡസൻ, ചിലപ്പോ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ. തെക്കൻ കേരളത്തിലൊക്കെ അവസ്ഥ തെക്കൻ കേരളത്തിൽ ഇപ്പോ തിരുവനന്തപുരത്ത് 1 സീറ്റാണുള്ളത്, അത് 8 സീറ്റ് വരെ ആവാം. കൊല്ലത്ത് 2 എണ്ണമാണുള്ളത്, അത് 7-8 ആവാം. ആലപ്പുഴ ഞങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നേ. 1-2-3 കാര്യങ്ങളിലൂടെ അസസ് ചെയ്യാൻ ഈ എല്ലാ ജില്ലയിലും പറയണം. അത് അങ്ങോട്ട് മുകളിലേക്ക് എപ്പോഴേ കയറിപ്പോയി. 30 കൊല്ലത്തിനിടയിൽ ജില്ലാ പഞ്ചായത്ത് ആദ്യം പിടിച്ച ജില്ലയാണ്. അപ്പൊ അന്ന് തന്നെ മനസ്സിലായില്ലേ സംഭവം അവിടെ വലിയ ചേഞ്ച് ആണെന്ന്. എറണാകുളത്ത് എത്തുന്നതിന് മുമ്പ് UDF ഭൂരിപക്ഷം കിട്ടും. കേട്ടോ എറണാകുളത്ത് എത്തുമ്പോഴേക്കും UDF ഭൂരിപക്ഷവും, കാസർഗോഡ് നിന്ന് എറണാകുളത്ത് എണ്ണി വരുമ്പോഴേക്കും UDF ഭൂരിപക്ഷവും, ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു.